പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹോളി കമ്മ്യൂണിയൻ അതുപോലെ ബാപ്റ്റിസം എന്നീ ആഘോഷവേളകളെ മനോഹരമാക്കാൻ പറ്റിയ ഒരു സാരി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ഓഫ് വൈറ്റ് സാരിയാണിത്. ഇതിൽ ഈ സൈഡിൽ ഈ ഡിസൈൻ ഇവിടം വരെയും ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. സൈഡിൽ സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും അതുപോലെ വൺ പ്ലേറ്റഡ് ആയിട്ടും ഇതിനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസിനാണ് ഇതിന് ഒത്തിരി പ്രത്യേകതകൾ വരുന്നത്. ബ്ലൗസ് പീസ് ബാക്ക് സൈഡിൽ ഫുൾ വർക്കും സ്ലീവിൻ്റെ എൻഡിലും സ്കാലപ്പ് വർക്കും ആ ഡിസൈനും കൂടെ വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3605 ആണ്. നല്ലൊരു സാരിയാണ്, ഒതുങ്ങിക്കിടക്കുന്ന, അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണിത്. ഇതും ഒരു ഗോൾഡൻ സാരിയാണ്. ഇതിൽ രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഇങ്ങനെ ഗോൾഡൻ ബോർഡറായിട്ടാണ് വരിക രണ്ട് സൈഡിലും. അതുപോലെ ലൈൻസ് വരുന്നു, ഫുള്ളായിട്ടും ബുട്ടാസ് വരുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ട് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ബോർഡർ തന്നെയാണ് വരിക. വളരെ സോഫ്റ്റാണ്. നമുക്കിത് വൺ പ്ലീറ്റഡ് ആയിട്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഉണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1905 ആണ്. ഇതും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്, അതായത് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഒരു കുഞ്ഞൊരു ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഡിസൈൻ വരിക. ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെ ഇത് ബോഡി പാർട്ട് വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ ഈ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ ഇത് മടക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇതുണ്ടോ, ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3475 ആണ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ളൊരു സാരിയാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ്. ബോർഡർ രണ്ട് വശത്തും വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ ബോർഡർ ഈ പ്ലീറ്റഡിൻ്റെ ഭാഗം വരെയും ഈ ഡിസൈൻ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ ഈ ഡിസൈൻ വരുന്നു. ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നു. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരിക. ഈ സൈഡിലും രണ്ട് സ്കാലപ്പ് വർക്കും എല്ലാം ആയിട്ട് ഇങ്ങനെയാണിത് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1495 ആണ്. നല്ലൊരു ഷെയ്ഡിലുള്ളൊരു സാരി. അതുപോലെ ഡിസൈനുകളും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇതൊരു ബേജ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് അനുയോജ്യമായൊരു ഡിസൈനുകളും അതുപോലെ ഒത്തിരി ഓവറല്ലാത്ത ഡിസൈനുകളൊക്കെ ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ വരിക. ആ വർക്ക് ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. വിത്ത് ബ്ലൗസുമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷനുകൾക്ക് ഒരുപോലത്തെ വേണമെങ്കിൽ അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ ഫുള്ളായിട്ടും ഡിസൈൻ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിംഗ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണിത് വരിക. നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ, വൺ പ്ലേറ്റ് ആയിട്ടാണെങ്കിലും അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1755 ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.